നമസ്കാരം. എല്ലാ ദൃശ്യ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. പായസവും സദ്യയും ഒന്നുമില്ലാതെ എന്തോണോ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് രണ്ടുപേര് എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഇവരെ പരിചയപ്പെടാം. രണ്ടുപേര് സാബു എന്നാണ്, ചേട്ടൻ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഓണമായിട്ട് ഞങ്ങളൊരു പാലടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ഒരു പായസമാണ് പാലട. മധുരപ്രിയരുടെ ഇഷ്ടപായസവുമാണ് പാലട. ഓണരുചിയിൽ പാലട പായസം തയ്യാറാക്കാം. 5 ലിറ്റർ പാലിനുള്ള പാലട പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായി ആവശ്യമുള്ള ചേരുവകൾ: പശുവിൻ പാൽ 5 ലിറ്റർ, പാലട 1/2 കിലോ, വെള്ളം 2 മുതൽ 2.5 ലിറ്റർ വരെ, നെയ്യ് 2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി രുചിക്കനുസരിച്ച്, പഞ്ചസാര 1/4 കിലോ. നമുക്കെന്നാ അതിലേക്ക് കിടക്കാം അല്ലേ? അതിന് ഓട്ടുരുളി നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവില് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർക്കുകയാണ്. നമ്മള് ആ നെയ്യിലേക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട് അല്ലേ? ഇത് എന്തോരം പഞ്ചസാര ഇട്ടേക്കുന്നത്? 50 ഗ്രാം. നമ്മളിവിടെ ഒരു 1/2 കിലോ തോതിലുള്ള അടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ 1/2 കിലോ അടയ്ക്ക് നമുക്ക് എത്ര ഗ്ലാസ് പായസം ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് 1/2 കിലോയ്ക്ക് നമുക്ക് ഒരു 5 ലിറ്റർ പായസം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അട റെഡിമെയ്ഡ് അല്ലേ? റെഡിമെയ്ഡ് അടയാണ്. അത് നമ്മൾ ബോയിൽ ചെയ്ത് തണുപ്പിച്ചെടുക്കുക. പിന്നെയുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടിയാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇതിപ്പോ പഞ്ചസാര നമ്മൾ ഒരു കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയ്യിലേക്ക് ഇട്ടേക്കുന്നത്. നമ്മുടെ സാബു ചേട്ടന്റെ ടീമിലെ സീനിയർ ആയിട്ടുള്ള പാചകക്കാരനാണ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ. ചേട്ടന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മളിപ്പോ പൂഞ്ഞാറാണോ ഉള്ളത്? പനച്ചിപ്പാറ. എത്ര വർഷമായിട്ട് ഈ പാചക മേഖലയിലുണ്ട്? പായസമാണോ സ്പെഷ്യലൈസ് ചെയ്തത്? എന്നാലും എന്തൊക്കെയാ ചേട്ടന്റെ? സദ്യ എല്ലാം ഉണ്ടാക്കും. ഇനി അതിലേക്ക് വെള്ളം ചേർക്കണം അല്ലേ? വെള്ളം എന്തോരം എടുത്തേക്ക് നമ്മള്? ഈ വെള്ളം തിളയ്ക്കുമ്പോൾ പാൽ കുത്തി ഇതിനകത്തേക്ക് ഒഴിക്കുക. പാലിന്റെ കളർ വരാൻ വേണ്ടി പണ്ടൊക്കെ വിറകിനകത്തായിരുന്നു. അപ്പൊ ഈ വാർപ്പിനകത്ത് എടുത്ത് വെള്ളവും പാലിന്റെ പകുതി വെള്ളം കൂടി ഒഴിച്ച് അങ്ങനെയാണ്. എന്നിട്ട് ഈ അടുപ്പേ കിടന്ന് വെന്താ ആ നിറം വരില്ല. അപ്പൊ ആ സമയം മുഴുവൻ നമ്മൾ അതിന്റെ കൂടെ ഇടയ്ക്കിടെ കിളക്കി കൊടുത്താൽ മതി. അടിയിലാവും വരാൻ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ അധികം വേണ്ട, ചെറിയ ചൂട് മതി. പിന്നെ നേരം വെളിച്ചാകുമ്പോഴല്ലേ നമ്മൾ സദ്യക്ക് അങ്ങനെയാണ് പണ്ടത്തെ ഒരു സദ്യയുടെ ഓർമ്മയൊക്കെ. അതെ പണ്ടത്തെ സദ്യയുടെ അങ്ങനെയാ നമ്മള്. അപ്പൊ ആ കാലത്ത് നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ ഗ്യാസ് സ്റ്റവ് ഒക്കെ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒത്തിരി എളുപ്പമുണ്ടോ? പക്ഷെ വിറകലാണ് പണി സുഖം. അതെ, അതിന് അങ്ങനെ പറയാൻ കാര്യം എന്നുവെച്ചാൽ അത് നമ്മൾ ഇതൊരു ശകലം നോട്ടം തെറ്റിയ സംഗതി എപ്പോഴും ആള് വേണം. മറ്റേ നമുക്ക് ഇട്ടേച്ച് പല പണിക്കും നമുക്ക് പോകാൻ പറ്റും. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാ? നമുക്കങ്ങനെയാ, നമ്മളെല്ലാ കൂട്ടവും ഇങ്ങനെ ഇതാവും. നമുക്കങ്ങനെ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇത് ഉണ്ടാക്കി എപ്പോഴും ഉണ്ടാക്കി. ഞാൻ ഇന്നലെ ആ മലമേ നീലാണ്ട് നമ്പൂരിയൊക്കെ ഇല്ലേ, സംസ്ഥാന മോഹനും തിരുമേനി, അവരുടെയൊക്കെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. സംസ്ഥാന വിനോദോത്സവം. അന്ന് മഞ്ജുവാരിലായിരുന്നു ഇവിടെ കോട്ടയത്തെ MD സെമിനാരിയില് പരനാട്യത്തിന് ഇതൊക്കെ. ഇത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് പാൽ ഒഴിക്കുന്നത്. ചൂടായി വരുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മള് പാലട ഉണ്ടാക്കുന്ന പാല് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണല്ലോ. എന്തോരം പാലാ വേണ്ടേ? 1 കിലോയ്ക്ക് 10 ലിറ്റർ പാല്. 5 ലിറ്റർ പാല്. പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 2.5 കിലോ പഞ്ചസാര 1 കിലോയ്ക്ക്. അപ്പൊ അതിന്റെ ഇതനുസരിച്ച് 1/2 കിലോയ്ക്ക് എടുക്കുക. എങ്ങനെയാ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്? എങ്ങനെയാ? ഒരേ നാട്ടുകാരായതുകൊണ്ട് പായസത്തിന്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിക്കുകയാണ്. 5 ലിറ്റർ പാലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ചേട്ടൻ സീനിയർ ആയിട്ടുള്ളൊരു പാചകക്കാരനാണ്. ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ കാണും. പല പ്രമുഖരുടെ അടുത്തൊക്കെ പോയിട്ടൊക്കെ ഉള്ളത്. ഒന്ന് പറയാമോ ഞങ്ങളോട് കഥകളൊക്കെ? തിരുവനന്തപുരത്ത് കൊട്ടാരത്തിലൊക്കെ പോയിട്ടുണ്ട് ദേഹണത്തിന്, ആ തിരുമേനിയുടെ കൂടെ. അങ്ങനെ 3-4 സദ്യയൊക്കെ കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്.
ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക്. പിന്നെ മോഹൻ തിരുമേനിയുടെ കൂടെയും പോയിട്ടുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ സ്ഥിരം നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ ദേഹം വിളിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ ഞാൻ വരാറുണ്ട്. ഈ സദ്യയൊക്കെ ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. ഇപ്പൊ കോട്ടയം ജില്ല വേറെയാണ്, വേറെ എറണാകുളം ജില്ല വേറെ ആയിരിക്കും, പിന്നെ വേറെ സൈഡിലേക്ക് പോയാൽ വേറെ ആയിരിക്കും. അതില് ചേട്ടന് ഏതാ ഏറ്റവും ഇഷ്ടം? ഏതാ? നമ്മുടെ കോട്ടയം ജില്ലയുടെ ആണ് സദ്യ ഉണ്ണുന്ന രീതിയും ഇതൊക്കെ എല്ലാം നല്ലപോലെ പണ്ടുള്ള കാരണന്മാർ ചോദിച്ചാൽ അറിയാം. അത് ഈ വിളമ്പുന്ന രീതിയൊക്കെ എങ്ങനെയാ പറയാവോ? വിളമ്പുന്ന മറ്റേ ഉപ്പിലിട്ട് ആദ്യം ഉപ്പിലിട്ട് ഉപ്പേരി ഉപ്പിലിട്ട് പഴം അങ്ങനെ ഇലയുടെ ഒരു സൂചലയുടെ ഒരു അരിയിൽ വിളമ്പിക്കൂടാണ്. ലാസ്റ്റ് വരുമ്പോ അവിയല് ഇലയുടെ ഇങ്ങേറ്റത്ത് അങ്ങനെയൊക്കെയാണ് വിളമ്പുന്നത്. ഇല മടക്കുന്നത് ഇല നമ്മളിപ്പോ അത് തമിഴ്നാട്ടുകാരുടെ സ്റ്റൈലാണ്. ഇല നമ്മൾ ഇങ്ങോട്ട് മടക്കുകയാണെങ്കിൽ നേരെ നമ്മുടെ മുൻവശത്തേക്ക് മടക്കുകയാണെങ്കിൽ സംഗതി നന്നായി എന്നുള്ളതാണ്. തിരിച്ചു മടക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കൊള്ളുകയല എനിക്ക് പോയി എങ്ങനെയാണ് അത് തമിഴ്നാട്ടുകാരുടെ കേട്ടോ. നമ്മുടെ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇലയൊന്നും അങ്ങനെയൊന്നും മടക്കുകയല്ല. ഇപ്പൊ എല്ലാരും ഇല മടക്കുന്നവരാരും ഇല്ല. ഊണ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇതൊന്ന് വാരത്തിനെ ചേറ്റ് പോയാൽ മതി എന്നുള്ള ഒരു മിക്കവാറും പേര്. ഇത് കഴിക്കുന്നതിനും ഒരു രീതി ഉണ്ടെന്ന് പറയുന്നത്. കഴിക്കുന്നതിന് ആദ്യം പരിപ്പ് നെയ്യ്, ആദ്യം പരിപ്പ് ഒഴിച്ചു, അതിന്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു, പപ്പടം പൊട്ടിച്ചു, കുഴച്ചു, ഉണ്ടു. അത് കഴിഞ്ഞ് ആ ഒരു ഐറ്റം തീർന്നു കഴിയുമ്പോൾ പിന്നെ പോയിട്ട് സാമ്പാർ കൂട്ടി ശാലം ചോറുണ്ട് കഴിയുമ്പോഴത്തേനും പിന്നെ കാളൻ കൂട്ടി ഉണ്ടു. കാളൻ കൂട്ടിയൊക്കെ ഊണ് കഴിഞ്ഞിട്ട് സംഗതി പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ പായസമാണ്. പായസം കൂട്ടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ശാലം മോര് കൂട്ടി ഉണ്ടാകുന്ന ശകലം ചോറ് ഇലയുടെ അരി വെച്ചേക്കും. അത് ലാസ്റ്റ് ഇതിൻ്റെ ഇതൊക്കെ ഇടും. പിന്നെ കാളം കൂട്ടുമ്പം ഓലം കൂട്ടണം. അത് ഇതിന്റെ പുളി കുറയാൻ വേണ്ടിയിട്ടായി, കാളന്റെ പുളി കുറയാൻ വേണ്ടിയിട്ടാണ് ഓലം കൂട്ടുന്നത്. എന്നാ ഇങ്ങനെ ഐതിഹ്യം വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഈ മോരും കൂടെ കൂട്ടി ഉണ്ട് കഴിയുമ്പോൾ ലാസ്റ്റ് സദ്യ കഴിഞ്ഞു. അങ്ങനെയാണ് ഇത് ചടങ്ങ്. ചേട്ടൻ എങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത് സദ്യ? ഞാൻ മിക്കവാറും കഴിക്കാറ് തന്നെ ഇല്ല. ചേട്ടൻ വീട്ടില് പാചകം ചെയ്യുവോ? വീട്ടിൽ ഞാൻ വല്ലതൊക്കെ സഹായിച്ച കൊടുക്കും. ആരൊക്കെയുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ? ആരൊക്കെയുണ്ട്? എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ ഭാര്യയും 2 മക്കളും. അതാ അങ്ങനെ ബന്ധുക്കൾ എന്ന് പറയാം. പിന്നെ എൻ്റെ അമ്മയുടെ ആൾക്കാരൊക്കെ മരിച്ചുപോയി, ആരുമില്ല. ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കോ? ഓണത്തിന് ഞാൻ പുള്ളിയുടെ കൂടെ വന്ന് സദ്യയൊക്കെ ഉണ്ടാക്കാം. ഭയങ്കര സപ്പോർട്ടാ അല്ലേ? അയ്യോ ഭയങ്കര സപ്പോർട്ട്. പായസം ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടൻ ഇവിടെ വന്നിരിക്കുക. അല്ല, ഇവിടെ വന്നാൽ നമ്മൾ അതിന്റെ രീതി ഒന്നും പറഞ്ഞു കൊടുത്താൽ മതി. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മുതലാളിയാന്നാ ചേട്ടൻ പറയുന്നത്. എങ്ങനെ ഈ പേരൊക്കെ കിട്ടുന്നത്? സാധാരണ മുതലാളിയെ ചീത്ത വിളിക്കുന്നവരൊക്കെ അല്ലേ? നമ്മളങ്ങനെ ഒരിക്കലും നമ്മളൊരു പണിക്കാരനായിട്ട് തന്നെ അല്ല, ഇങ്ങനെ കേൾക്കുന്ന ഒരു സന്തോഷമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഇടയ്ക്ക് ഗ്യാസിന്റെ ഒക്കെ വിഷയങ്ങളുണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാ നിങ്ങളത് ഓവർകം ചെയ്ത്? നിങ്ങളെ ബാധിച്ചോ? ഞങ്ങള് ഗ്യാസും വിറകും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ചേട്ടന് ഏത് പായസമാണ് ഇഷ്ടം? ഏത് പായസമാണ് ഇഷ്ടം? എല്ലാ പായസം കുഴപ്പമില്ല. എല്ലാം കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ സാധാരണ ഏറ്റവും നല്ല പായസം ഗോതമ്പ് പായസമാണ്. അങ്ങനെ പറയാൻ കാര്യം മറ്റേതിനൊക്കെ കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണോ? അങ്ങനെ തന്നെയല്ല, അല്ലാതെ പിന്നെ കടപ്രഥമനെയൊക്കെ നോക്കാൻ നല്ലത് ഗോതമ്പ് പ്രഥമനാണ്. അതെ അല്ലേ? ഇപ്പൊ ചേന കൊണ്ടും മത്തങ്ങ കൊണ്ടൊക്കെ പായസം ഉണ്ടാക്കുമല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനത്തേതൊക്കെ? പിന്നെ അതുണ്ടാക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ലല്ലോ. ഈ വേറെ സംഭവങ്ങളൊക്കെ ഇതിന്റെ കൂടെ വന്നു കഴിയുമ്പോൾ ആ ടേസ്റ്റ് അറിയത്തില്ല അല്ലേ? ഇപ്പൊ പാവയ്ക്ക വെച്ച് വേണമെങ്കിലും പായസം ഉണ്ടാക്കാം. ചേട്ടാ, ഈ കാറ്ററിംഗ് മേഖല തിരഞ്ഞെടുക്കാൻ എന്നാ കാര്യം? പാചകത്തിനോടുള്ള താല്പര്യം കൊണ്ടാണോ? ഞാൻ പഠിച്ചത് കേറ്ററിംഗ് ആണ്. പഠിച്ചതാ? ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പായസം ഏതാ? പാലട തന്നെയാ അല്ലേ? ഇത് നമ്മുടെ റെഡിമെയ്ഡ് പാലട മിക്സ് ആണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ ആവശ്യത്തിനോടൊപ്പം? ഉണക്കലരി നല്ല ശീലപ്പൊടിയാക്കണം. എന്നിട്ട് അതിനകത്ത് പഞ്ചസാര, നെയ്യ് ഒക്കെ ചേർത്തിട്ട് കുഴക്കണം. കലക്കിയിട്ട് നമ്മളിങ്ങനെ കൈക്കെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വീഴും. എന്നിട്ട് ഇലക്കകത്തേക്ക് ഇല വലിയ കീറിയിട്ട് അതിൽ ഇങ്ങനെ തെറിച്ച് വള്ളിയിട്ട് കിട്ടണം. വള്ളിയിട്ട് കിട്ടി വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് ഇടണം. പണ്ട് അങ്ങനെയായിരുന്നു ഉണ്ടായിക്കോട്ടെ. ഞാൻ തിരുവനന്തപുരം കൂടെ പോകുന്ന കാലത്ത് അങ്ങനെയാണ് ഉണ്ടായത്. എന്നിട്ട് അതിനാണ് ഈ പാലടക്കൊക്കെ പ്രത്യേകം അരിപ്പയുണ്ട്. ആ അരിപ്പക്കകത്ത് വെച്ച് പ്രസ് ചെയ്യാം ഈ അട. അല്ലെങ്കിൽ എല്ലാം ഒരേ കണക്കിന് വരും. തരിതരിയായിട്ട് വരും. പക്ഷേ അടപ്പണമൊക്കെ സാധാരണ വരും.
ചിലർ പറയും നോൺ വെജ് ഇച്ചിരിയുടെ എളുപ്പമാണെന്ന് പറയും. വെജിറ്റബിൾ സദ്യയുടെ സാധനങ്ങളാണ് എന്തെങ്കിലും കൂടുകയോ കുറയോ ചെയ്താൽ അതറിയാം, പെട്ടെന്ന് അറിയാമെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെ, എല്ലാത്തിനും അതിൻ്റെതായിട്ട് റിസ്ക് ഉണ്ട്. വെജിറ്റബിൾ എന്ന് വെച്ചാൽ 10-26 കൂട്ടം 10-25 കൂട്ടം സാധനമുണ്ട്. ഇലയെ വിളമ്പിയാലും എല്ലാം തൊട്ട് കുറേശ്ശെ ഞാൻ ഒരു ചാക്കലും ചോറ് കൂടും, പെട്ടെന്ന് ചോറ്. മറ്റേന്ന് വെച്ചാൽ കുറച്ച് സവോളയും കൂടെ അരിഞ്ഞു സംഗതി സാവകാശമുണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഒരു അടുപ്പിൽ ഇതായിട്ട് പണിയാനും ഓർഡർ അനുസരിച്ചെല്ലാം ആയി പോകുമല്ലോ. പായസത്തിന്റെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ചേട്ടാ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? 5 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1/2 കിലോ അടയാണ് എടുത്തേക്കുന്നത്. അത് വേവിച്ച് തണുപ്പിച്ച അടയാണ്. പിന്നെ നമുക്ക് പഞ്ചസാര, ഏലക്കാപ്പൊടി, നെയ്യ്, ഇത്ര ഉള്ളി. നല്ല നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാം, അട ഇടാം. ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ട ഒരു പായസമായതല്ലേ? ഇത് എത്ര നേരം ഇതിൽ വേവണം? വെന്തത് തന്നെയാണ്, ഇതിന്റെ ഷേപ്പ് ഒക്കെ വ്യത്യാസം വരും അല്ലേ? എന്തോരം സമയം വേണമായിരിക്കും ഇതിന്? ഏകദേശം 15 മിനിറ്റ് കിടക്കണം. ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളയ്ക്കണം അല്ലേ? അടയില് മധുരം പിടിക്കണം. ചേട്ടാ പണ്ടത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തേക്ക്? ഒരു മുണ്ട് മേടിച്ചു തരും, അതേ ഉള്ളൂ ഓണം. ഓണക്കോടി. സദ്യക്കോ? എല്ലാ വിഭവങ്ങളൊക്കെ ഉള്ള സദ്യയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപൂർവ വിഭവങ്ങളുള്ള സദ്യ. ഇന്നൊക്കെ വലിയ വിഷമമുള്ള കാലമാണ്. പിന്നെ ഒരു മുണ്ട് കിട്ടുന്നതന്നെ ഓണം വിഷുവൊക്കെ വരുന്നത് വലിയ സന്തോഷമാണ്. എന്നുവെച്ചാ എല്ലാവർക്കും പുതിയതൊക്കെ കിട്ടുന്ന ഈ ഓണത്തിന് വിഷുവിനൊക്കെ മാത്രമായിരുന്നു സന്തോഷമുണ്ട്. പണ്ടോട്ടെ ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നൊക്കെ? ഇവിടെ തന്നെയാണോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് വരെ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പഠിച്ചത്. എങ്ങനെയായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നൊക്കെ? എങ്ങനെയാ വീടിനടുത്ത് നടന്നൊക്കെയല്ലേ പോയിക്കൊണ്ടിരുന്നത്? എന്നുപോലായി പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ ചെറുപ്പം പോലെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഓരോരുത്തരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇവിടെ പണിക്കൊക്കെ പോയി അങ്ങനെയൊന്നും പഠിച്ചു. അങ്ങനെ പഠിച്ചത്? അങ്ങനെ കണ്ടുപഠിക്കുന്നത്. പണ്ടത്തെ ഓണാഘോഷമൊക്കെയാണോ ഇപ്പത്തെയാണോ ഇഷ്ടം? ഓണം എന്നും ഒരുപോലെ നോക്കട്ടെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇപ്പം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൈസ മുടക്കാത്ത, അന്നൊന്നും ഇത്രയും പൈസ ഒന്നും മുടക്കില്ല. ഇതെങ്ങനെയാ ചേട്ടാ ഇതിന്റെ ഒരു പരുവ അറിയുന്നത്? പരുവം എന്ന് വെച്ചാൽ നല്ലപോലെ തിളച്ച് കഴിയുമ്പം അടയും പാലും കൂടി ഒരുപോലെ നിൽക്കും, പൊങ്ങി. അതാണ് അതിന്റെ കണക്ക്. ഓ അത് ശരി. പാലട ഉണ്ടെങ്കിൽ ബോളി സാധനമാണ്. ബോളി നോർത്ത് വെച്ചിട്ട് അതിന്റെ മുകളിലോട്ടായി പാലടയോ പായസമോ. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടല്ലേ? ഏറെക്കുറെ അവസാന പാകം എത്തിയേക്കാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് അവസാനമായിട്ട് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. ഇതെന്തോരാ ചേർക്കുന്നത്? ഏലക്കാപ്പൊടി ഒരു ടീസ്പൂണ്. നമുക്ക് നമ്മുടെ പായസം ഒന്ന് കഴിച്ചു നോക്കാം. ചൂടാണ്, നല്ല ചൂടാണ്. നമ്മുടെ നല്ലതായിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിൻ്റെയും സ്വാദുണ്ട്. കുറച്ച് ചൂടായതാണ് എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെ പ്രശ്നമേ ഉള്ളൂ. എല്ലാവരും
നല്ല സദ്യയൊക്കെ വെച്ച് പായസമൊക്കെ കഴിച്ച് ഓണം ആഘോഷിക്കുക. ഹാപ്പി ഓണം. ബൈ.